ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാനൊരു വെജിൻ്റെ ഫുൾ ലഞ്ച് മെനുവാണ് കാണിക്കുന്നത്. ഇതിന് മുമ്പിട്ട് ഞാനൊരു വെജിൻ്റെ നോൺ വെജിൻ്റെ വീഡിയോ ഇട്ടായിരുന്നു. അത് രണ്ടും ഒത്തിരി പേർക്ക് വളരെ പ്രയോജനമായി. എല്ലാവരും ഇപ്പം ചോദിക്കുന്നത് വെജിൻ്റെ ലഞ്ച് മെനുവാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് ഇന്നും വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു വെജ് ലഞ്ച് മെനുവാണ് ഇടാൻ പോകുന്നത്. അതിനു മുമ്പേ എന്നോട് BVBയുടെ മകനായ ദയാന് 28-ാം തീയതി 2 വയസ്സ് ആവുകയാണ്. ഞാൻ അഡ്വാൻസ് മോനൊരു ഹാപ്പി ബർത്ത്ഡേ പറയുകയാണ്. അത് മോന് എല്ലാവിധമായ നന്മകളും ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഈ വീഡിയോയിൽ കുഞ്ഞിനൊരു ഹായ് പറയുകയാണ്. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഈ ലഞ്ചിലുണ്ടാക്കുന്നത് ഒരു കറിയും തോരനും മെഴുക്കുവരട്ടിയുമാണ്. എന്നിട്ട് ഞാനിവിടെ കോവയ്ക്ക എടുത്തേക്കുന്നത് കോവയ്ക്കയും ക്യാരറ്റും ഇട്ട തോരന. കോവയ്ക്ക ഞാൻ ഈ ചോപ്പറിൽ അരിയുന്നത് കൊണ്ട് കോവയ്ക്ക ഞാനൊന്ന് ക്ലീൻ ചെയ്ത് ഇങ്ങനെ പീസാക്കി ഇട്ടിട്ടുണ്ട്. ചോപ്പർ ചെറുതായതുകൊണ്ട് അതിൽ ഞാൻ ചെറുതായിട്ട് ഇടണം. ചെറിയ ഇങ്ങനെയുള്ള ഇതൊരു 300 ഗ്രാം 400 ഗ്രാമോളം കോവയ്ക്ക വരും. പിന്നെ ഇത്രയും ക്യാരറ്റും എടുത്തിട്ടുണ്ട്. ഇത് ക്ലീൻ ചെയ്തെടുത്ത് വെച്ചേക്കാതെ ഇത് ഞാനൊന്ന് ചോപ്പറിലൊന്ന് ചോപ്പ് ചെയ്യും. ചോറിനായിട്ട് ഞാനിവിടെ വെള്ളം വെച്ചിട്ടുണ്ട് അടപ്പത്ത്. നമുക്ക് ആദ്യം അരി അടപ്പത്തിടാം. ഞാനിന്ന് റെഡ് റൈസ് ആണ് ഇടുന്നത്. എനിക്കിത് വളരെ ഇഷ്ടമാണ്. ഇവിടെ കോൾമോന് റെഡ് റൈസിനോട് അത്ര താല്പര്യമില്ല. ഇതൊന്ന് നമുക്ക് നന്നായി കഴുകിയെടുത്ത് ഇടട്ടെ. ഇതിലിപ്പം വെള്ളം ബോയിലായി വരുന്നുണ്ട്. അതിലോട്ട് ഞാൻ ഈ അരി ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് ബോയിലാവട്ടെ. ആ നേരം കൊണ്ട് നമുക്ക് കറിയും കൂട്ടാനൊക്കെ ഉള്ളത് നോക്കാം. ഇതിപ്പോ അരി നന്നായിട്ട് ബോയിലാവുന്നുണ്ട്. ഇതൊരു 1-2 മിനിറ്റ് ഇങ്ങനെ ബോയിലായതിനു ശേഷം ഞാൻ തീ ഓഫ് ആക്കിയിടും. പിന്നെ ഒരു 10-15 മിനിറ്റ് 20 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ ഒന്നുകൂടെ തിളപ്പിക്കും. അപ്പോഴത്തേക്കും ഇത് വെന്തിരിക്കും. ഈ തോരൻ ഞാൻ ചോപ്പറിലിട്ടൊന്ന് ചോപ്പ് ചെയ്യാൻ പോവാ. തോരനുള്ള കോവയ്ക്കയും ക്യാരറ്റും കൂടെ. ഞാൻ ഈ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഈ ചോപ്പറിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആമസോണിൽ നമുക്ക് വാങ്ങാൻ കിട്ടും ഇത്. തോരന് വേണ്ടി ഞാനിവിടെ 3 പച്ചമുളകും 2 മീഡിയം സൈസിലെ സവാള എടുത്തിട്ടുണ്ട്. വലുതാണെങ്കിൽ ഒരെണ്ണം മതിയേ. ഈ സവാളയുടെ ഈ മുട്ടം എല്ലാവർക്കും അറിയാൻ വയ്യാത്തവരുണ്ടെങ്കിൽ ഈ കട്ടിയുള്ള ഭാഗം ഒന്ന് ചെത്തിക്കളയണേ. എന്നിട്ട് ഇതൊന്ന് അരിഞ്ഞെടുക്കട്ടെ. ഞാൻ ചെറുതായിട്ട് അരിയുക. ഈ ഉള്ളിയിലോട്ട് ഒരു 2 അല്ലി വെളുത്തുള്ളി ഒന്നി ചതച്ചിടാം, അല്ലെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞിടാം. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് തേങ്ങ. ഞാനൊരു 2 പിടി തേങ്ങ ചേർത്തിട്ടുണ്ട്. നല്ലൊരു 2 കറിവേപ്പില. ഇതൊന്ന് കൈകൊണ്ട് മിക്സ് ചെയ്തിടാം. തേങ്ങയൊക്കെ ഓരോരുത്തരുടെയും താല്പര്യത്തിനനുസരിച്ച് ചേർക്കാമേ. ഇതിപ്പം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണ്ടാക്കാം. ഈ അരി ഇപ്പം ഞാൻ തിളച്ചത് ഓഫാക്കിയിട്ടിട്ട് 1/2 മണിക്കൂറായി. വെന്തിട്ടൊന്നുമില്ല. ഇനി ഞാൻ ഒന്നുകൂടി ഇത് തിളപ്പിക്കാൻ പോവാം. 1/2 മണിക്കൂറോളം ഞാൻ അടച്ചിട്ടു. തോരന് വേണ്ടി പാത്രം വെച്ചിട്ടുണ്ട്. അതിലോട്ട് വെളിച്ചെണ്ണ ആണെങ്കിൽ വെളിച്ചെണ്ണ, ഓയിലാണെങ്കിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലോട്ട് 1/2 ടീസ്പൂൺ കടുക്, ഇത്രയും ജീരകം,
കുറച്ചുകൂടെ കറിവേപ്പില. ഇനി ഞാൻ ഉള്ളി ഇട്ടാം. ഉള്ളി പകുതി കൂടുതൽ വാടിയിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ഈ അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കാം. വെള്ളം ഒന്നും ഒഴിക്കണ്ടേ. തീ കൂട്ടി വെച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് നമുക്ക് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ വേവിക്കാം. ഇവിടെ ഇപ്പൊ തോരൻ ഞാൻ 2-3 പ്രാവശ്യം ഒന്ന് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുത്തായിരുന്നു. ഇപ്പൊ ഒന്ന് വെന്തോന്ന് നോക്കാം. നമുക്ക് ഒരിച്ചിരി ഉപ്പ് കുറവാ. തീ ഞങ്ങൾ കൂട്ടിയിട്ട് നമുക്ക് ഇതിന്റെ വെള്ളം തൂത്തിയെടുക്കാം. നമ്മുടെ തോരൻ ഇപ്പൊ റെഡി ആയിട്ടുണ്ട്. കറി വെക്കുന്നത് ഞാൻ പപ്പടം കറിയാ. അതിനായിട്ട് ഞാനിവിടെ ഇത് ഇപ്പൊ ഇവിടെ ഉള്ള പപ്പടമാണ്, നമ്മുടെ കേരള പപ്പടം അല്ല. 4 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഞാൻ മുറിച്ചതിന് ശേഷം ഞാനിതൊന്ന് പൊള്ളിച്ചെടുക്കട്ടെ. ഏത് പപ്പടം വേണേലും എടുക്കാം. ഞാൻ ഇതിന് മുമ്പിട്ടൊരു പപ്പടത്തിന്റെ തോരൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതും വളരെ ടേസ്റ്റി ആയിരുന്നു പപ്പടം തോരൻ. ഞാനിവിടെ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടാകട്ടെ. അതിലോട്ട് പപ്പടം ഓരോന്നിട്ട് നമുക്ക് പൊള്ളിച്ചെടുക്കാം. ഇതിപ്പോ ഞാനെല്ലാം പൊള്ളിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനോട് അരപ്പ് തയ്യാറാക്കാം. അരപ്പിന് വേണ്ടി ഞാനിവിടെ കുറച്ച് തേങ്ങ ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ അരപ്പ് എത്രയും വേണോന്നനുസരിച്ച് ആ ചാറിന്റെ കണക്കനുസരിച്ച് തേങ്ങ ചേർക്കാമേ. ഇതിലോട്ട് ഒരു 2 അല്ലി വെളുത്തുള്ളി, 3 അല്ലി ഞാൻ എടുത്തിട്ടുണ്ട്. 3 അല്ലി വെളുത്തുള്ളി. വലുതാണെങ്കിൽ 3 വേണ്ടേ. ഇതിപ്പോ കുഞ്ഞായതുകൊണ്ട് ഞാൻ 3 എടുത്തതാ. ഒരു 1/4 ടീസ്പൂൺ ജീരകം, ക്യൂമൻ സീഡ്, ഒരു 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് നമുക്ക് നന്നായി ഒന്ന് അരച്ചെടുക്കാം. കറിക്കായിട്ട് ഞാനിവിടെ ഒരു കടായി വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഞാൻ ഈ അരപ്പൊന്ന് ചേർത്ത് കൊടുക്കുക. ഇപ്പം ഞാനിതിപ്പോ എനിക്ക് വീഡിയോ എടുക്കേണ്ടിട്ട് ആ കറി ഒന്ന് ലാസ്റ്റിലാണ് ഞാൻ കടുവാക്കുന്നത്. അതൊന്ന് കാണാൻ ഒരു രസത്തിനാ. ഇപ്പൊ ഞാൻ വീഡിയോ എടുക്കുന്നില്ല എങ്കിൽ നമുക്ക് ആദ്യം ഈ സമയത്ത് കടുക് അങ്ങ് വറക്കണം. കാരണം കടുകും കറിവേപ്പിലയും വറ്റൽമുളകൊക്കെ ഇട്ടങ്ങ് ആദ്യം ചെയ്യണം. അതിനുശേഷം അരപ്പ് ചേർത്താൽ മതി. ഇപ്പൊ എനിക്ക് വീഡിയോ എടുക്കേണ്ടിട്ട് കാണാനൊരു ഭംഗിക്ക് വേണ്ടിയാ ഞാൻ ലാസ്റ്റില് കടുക് താളിക്കുന്നത്. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നമുക്ക് പപ്പടം ഇടുമ്പോൾ ഒന്ന് ഉറുവല്ലേ, എന്നിട്ട് ഇത്രയും വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർക്കാം. അരപ്പം തിളക്കട്ടെ. ഈ പപ്പടം കറി നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്കിപ്പം പെട്ടെന്ന് ഉണ്ടാക്കാൻ ഒരു കറി വേണമെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാം. പക്ഷെ ടേസ്റ്റ് നല്ല സൂപ്പർ ടേസ്റ്റുവാ. ഏത് കുഞ്ഞുങ്ങളും ഇഷ്ടപ്പെടുന്നു. ഇതിപ്പോ അരപ്പ് തിളച്ചിട്ടുണ്ട്. ഒരു 1-2 മിനിറ്റ് ഒന്ന് തിളച്ചോട്ടെ. കാരണം പപ്പടം ഇട്ട് കഴിഞ്ഞ് നമുക്ക് അധികം തിളപ്പിക്കേണ്ട ആവശ്യം വരത്തില്ല. ആ അരപ്പൊന്ന് വേവട്ടെ. 1 മിനിറ്റ് എങ്കിലും ഒന്ന് തിളക്കട്ടെ. ഇതിപ്പം നന്നായി തിളച്ച് 1 മിനിറ്റ്. ഇനി ഒന്ന് തീ കുറച്ചതിന് ശേഷം നമുക്ക് ഈ പപ്പടം നന്നായി പൊടിച്ച് ഇതിലോട്ടിടാം.
ചെറിയ പീസായിട്ട് പൊടിക്കണേ. ഇതിനെ ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം. ഒരു 1/2 മിനിറ്റ് ഇങ്ങനെ ഒന്ന് കിടന്നോട്ടെ, ഒന്ന് മെൽറ്റ് ആയിക്കോട്ടെ. ഉപ്പൊക്കെ നോക്കാമേ, ഉപ്പൊക്കെ കറക്റ്റാ. ഇനി ഇത് ഞാൻ അപ്പുറത്തെ അടുപ്പിലോട്ട് മാറ്റിയിട്ട് ഇനി കടുക് കാണിക്കാം. ഞാനിവിടെ കടുക് വറുക്കാൻ എടുത്തിരിക്കുന്നത് പപ്പടം പൊള്ളിച്ച എണ്ണ തന്നെ. ഈ പപ്പടത്തിന്റെ എണ്ണ നമ്മൾ കേരള പപ്പടം പൊള്ളിച്ചു കഴിഞ്ഞ് നമ്മൾ ആ എണ്ണയുടെ അടിയിൽ ആ ഉഴുന്നിന്റെ ഒക്കെ മട്ടടിയും. പക്ഷെ ഈ പപ്പടത്തിന് അങ്ങനെ മട്ടില്ല. ഇതിലോട്ട് 1 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. ഇതിലോട്ടൊരു 3 വറ്റൽമുളക്, വലുതാണെങ്കിൽ മുറിച്ചിടുക, ചെറുത് അതുപോലെ ഇട്ടാലും മതി. കുറച്ച് കറിവേപ്പില, കൊച്ചുള്ളി ഉണ്ടെങ്കിൽ കൊച്ചുള്ളി ചേർക്കാം. ഞാനിപ്പോ സവാളയാണ് ചേർത്തത്. ഇത് നമുക്കിനി കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പപ്പടം നന്നായി പൊടിച്ചിടേണ്ടത്. അത് വലുതായിട്ടിട്ടാ അത് അലിഞ്ഞൊന്നും അത് ചെറുതാവത്തില്ല, അതുപോലെ കിടക്കും. പിന്നെ ഇത് തണുക്കുമ്പം ഇച്ചിരി കൂടെ ഒന്ന് കുറുകും. അതനുസരിച്ച് അതിന്റെ ഗ്രേവി ആക്കണം. ഇപ്പൊ നമ്മുടെ പപ്പടം കറി റെഡിയായി. ഇവിടെ മെഴുക്കുവരട്ടി വെക്കുന്നത് വെണ്ടയ്ക്കയും ക്യാരറ്റും ഇടാ. ഇപ്പൊ നിങ്ങൾ ഇതിക്കും ചോദിച്ചു ക്യാരറ്റിന്റെ അകത്താണോ എന്നൊന്ന്. വെണ്ടയ്ക്ക ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്, ക്യാരറ്റ് ഇങ്ങനെ ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് ഇതുപോലെ 2 സവാളയും. ഈ സവാള നമുക്കൊന്ന് അരിഞ്ഞെടുക്കണം. ആദ്യം സവാള ഞാൻ ഇങ്ങനെ 2ആയിട്ട് നെടുകെ കീറിയിട്ട് ഇങ്ങനെ അരിയുന്നത്. സവാള ഇതിൽ ഇച്ചിരി കൂട്ടിയാലും, കാരണം അതൊന്ന് മൊരിഞ്ഞു വരുമ്പം ആ ഉള്ളി തിന്നാൻ നല്ലൊരു ടേസ്റ്റാണ്. ഞാനിവിടെ കടായി വെച്ച് അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിക്കുന്നത് ഏറ്റവും നല്ലത്, നല്ല ടേസ്റ്റ് കിട്ടുന്നത്. ഈ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഈ വെണ്ടയ്ക്കയും ക്യാരറ്റും സവാളയും കൂടെ ഒരുമിച്ചിട്ട് കൊടുക്കാം. ഒരു 2 കറിവേപ്പില ഇട്ട് ആവശ്യത്തിനുള്ള ഉപ്പൂടെ ഇത് നന്നായി ആദ്യം ഇച്ചിരി തീ കൂട്ടിയിട്ടിട്ട് നമുക്കിതൊന്ന് യോജിപ്പിക്കാം എല്ലാം കൂടെ. ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് ഇച്ചിരി നേരം ഒന്ന് അടച്ചു വെക്കാം, ഒന്ന് വാടാൻ വേണ്ടി. ഇവിടെ ഇപ്പൊ അരിയും വെന്തിട്ടുണ്ട്. ഞാൻ അരി ഒന്ന് വാർത്തിടട്ടെ. കുറച്ച് നേരം ഞാൻ അടച്ചിട്ടായിരുന്നു. ഇതിപ്പോ വാടിയിട്ടുണ്ട്. ഇതിലോട്ട് ഇനി നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു സ്വല്പം 1/2 ടീസ്പൂൺ ഇല്ലാച്ച് മുളക് പൊടി. ഇത് കാശ്മീരി മുളക് പൊടിയാണ്. ഇതിനി തുറന്ന് കിടക്കട്ടെ. ഇതിനി നമുക്ക് ഇങ്ങനെ തുറന്നിട്ടിരുന്നാൽ മതി. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇടയ്ക്ക് തീ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യണം. ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. അത് സൈഡിൽ കിടന്ന് എണ്ണ ഇച്ചിരി കുറവായിട്ട് തോന്നുന്നെങ്കിൽ ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കണേ. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഇതിപ്പോ നന്നായി വേവൊക്കെ ചെയ്തിട്ടുണ്ട്. കുറച്ചുകൂടെ മൊരിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ മൊരിക്കാം. ഇങ്ങനെ എടുക്കണം, ഇങ്ങനെ എടുക്കാം. ഞാനിപ്പോ ഇങ്ങനെ എടുക്കുക. ക്യാരറ്റും വെന്തിട്ടുണ്ട്, വെണ്ടയ്ക്കയും വെന്തിട്ടുണ്ട്. ഇനി തീ ഓഫ് ആക്കുക. ഇപ്പൊ നമ്മുടെ വെജിറ്റേറിയൻ ലഞ്ച് റെഡി ആയിട്ടുണ്ട്. ചോറ് ഇവിടെ റെഡിയാണ്. വെണ്ടയ്ക്കയും ക്യാരറ്റും കൂടിട്ട് മെഴുക്ക് പുരട്ടി, പപ്പടം കറി, ക്യാരറ്റും കോവയ്ക്കയും കൂടിട്ട് തോരൻ. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക.
ചിലർ ചോദിക്കുന്നതാണ് ഈ സബ്സ്ക്രൈബ് എവിടാണ് ഞങ്ങൾ പ്രസ് ചെയ്യേണ്ടിയെന്ന്. നമ്മൾ വീഡിയോ കാണുമ്പോൾ അവിടെ റൈറ്റ് സൈഡിൽ റെഡ് കളറിൽ സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അത് പ്രസ് ചെയ്താൽ ഞാൻ ഈ ഇടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് എപ്പോഴാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നതൊക്കെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി അതിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഇനിയൊരു ഇതുപോലൊരു വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു.